നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ രോഗി മരിച്ച സംഭവത്തിൽ സംസ്ഥാന സർക്കാർ കടുത്ത നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ സാമ്പത്തിക തടസ്സമുണ്ടെന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും സർക്കാർ സ്വകാര്യ മേഖല വ്യത്യാസമില്ലാതെ ചികിത്സാ വീഴ്ചകളിൽ കർശന നടപടികൾ ഉണ്ടാകുമെന്നും മന്ത്രി. അതിഥി തൊഴിലാളികളുടെ അമിത കൂലി നിരക്ക് എരുമപ്പെട്ടിയിൽ പോലീസ് സാന്നിധ്യത്തിൽ യോഗം ചേർന്നു. നിലവിൽ നൽകിയിരുന്ന കൂലിയിൽ ജോലി ചെയ്യാമെന്ന് അതിഥി തൊഴിലാളികൾ സമ്മതിച്ചതായി അസോസിയേഷൻ ഭാരവാഹികൾ. മലബാർ സ്വതന്ത്ര സുറിയാനി സഭ സ്ഥാപകൻ തൊഴിയൂർ കാട്ടുമങ്ങാട്ടെ അബ്രഹാം മാർ കൂർലോസ് വലിയ ബാവയുടെ 224 ഓർമ്മ പെരുന്നാൾ ആഘോഷം ഭക്തി നിർഭരം. വ്യാഴം വെള്ളി ദിവസങ്ങളിലായിട്ടായിരുന്നു പെരുന്നാൾ ആഘോഷം. വാർത്തകൾ വിശദമായി. നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ രോഗി മരിച്ച സംഭവത്തിൽ സംസ്ഥാന സർക്കാർ കടുത്ത നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ഗുരുവായൂർ ക്ഷേത്രദർശനത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. രോഗിയെ ഗേറ്റിൽ തടഞ്ഞ താൽക്കാലിക ജീവനക്കാരനെ അടിയന്തരമായി സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടിട്ടുണ്ട്. മുൻ MLA ശുപാർശയിൽ നിയമിക്കപ്പെട്ടയാളാണ് ഈ ജീവനക്കാരൻ. രോഗിയുടെ ECG കൃത്യം 7:20 എടുത്തിരുന്നതായും ഗേറ്റിൽ തടഞ്ഞതൊഴിച്ചാൽ മറ്റ് വീഴ്ചകൾ പ്രാഥമികമായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. സംഭവത്തിൽ അഡീഷണൽ DHS, DMO, HOD, സൂപ്രണ്ട് എന്നിവരോട് അടിയന്തരമായി അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം പഞ്ചായത്ത് പരിധിയിലെ ഹെൽത്ത് സെന്ററുകളിൽ സാമ്പത്തിക തടസ്സമുണ്ടെന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും സർക്കാർ സ്വകാര്യ മേഖല വ്യത്യാസമില്ലാതെ ചികിത്സാ വീഴ്ചകളിൽ കർശനമായ നടപടികൾ തുടരുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഇതൊക്കെ ഫേക്ക് ന്യൂസുകളാണ്. ഒരിടത്തും സാമ്പത്തിക പ്രയാസമില്ല. ആരോഗ്യവകുപ്പിനെ സംബന്ധിച്ച് ഞങ്ങളുടെ സ്റ്റാഫിനും അതുപോലെ തന്നെ ഡോക്ടർമാർക്ക് ശമ്പളം കൊടുക്കാനുള്ള ഒരു പ്രയാസം ഞങ്ങൾക്കില്ല. കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർമാർക്കോ അല്ലെങ്കിൽ സ്റ്റാഫിനോ ശമ്പളം കൊടുക്കാനുള്ള ഒരു സാമ്പത്തിക തടസ്സം ആരോഗ്യവകുപ്പിനെ സംബന്ധിച്ചില്ല. സ്വകാര്യ ആശുപത്രികൾക്കെതിരെ വന്നാലും സർക്കാർ നടപടിയെടുക്കും. ഗുരുവായൂർ ചൊവ്വല്ലൂർ പടിയിൽ സ്കൂട്ടർ ഇടിച്ച് ബൈക്ക് യാത്രികന് പരിക്ക്. ചൊവ്വല്ലൂർ പടി ലക്ഷ്മി നിവാസിൽ വസന്തകുമാറിനാണ് പരിക്ക്. രാത്രി 8:30യോടെയാണ് അപകടം. വസന്തകുമാർ ബൈക്ക് റോഡരികിൽ ഒതുക്കി നിർത്തിയിരിക്കുകയായിരുന്നു. ഈ സമയം പുറകിൽ വന്ന സ്കൂട്ടർ ഇടിച്ചിട്ട് നിർത്താതെ പോയി. റോഡിലേക്ക് തെറിച്ചു വീണ വസന്തകുമാറിനെ എക്സ് പ്രവർത്തകർ അമല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അതിഥി തൊഴിലാളികൾ കൂലി വർദ്ധിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് എരുമപ്പെട്ടി കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ പോലീസിന് നൽകിയ പരാതിയിൽ ചർച്ച നടന്നു. നിലവിൽ നൽകിയിരുന്ന കൂലിയിൽ ജോലി ചെയ്യാമെന്ന് തൊഴിലാളികൾ സമ്മതിച്ചതായി അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു. എരുമപ്പെട്ടി പോലീസിന്റെ സാന്നിധ്യത്തിൽ കരാറുകാരും തൊഴിലാളികളും നടത്തിയ ചർച്ചയിലാണ് കൂലി തർക്കത്തിന് പരിഹാരമായത്. നിർമ്മാണ മേഖലയിലെ ഹെൽപ്പർ വിഭാഗത്തിലുള്ള അതിഥി തൊഴിലാളികളാണ് കൂലി സ്വയം വർദ്ധിപ്പിച്ചത്. നിർമ്മാണ മേഖലയിലെ ഒരു തൊഴിലാളിക്ക് 840 രൂപ കൂലിയും ഭക്ഷണവുമാണ് ലേബർ ഓഫീസിൽ നിന്നും നിശ്ചയിച്ചിട്ടുള്ളത്. എന്നാൽ 900 രൂപയും ഭക്ഷണവും കരാറുകാർ നിലവിൽ നൽകുന്നുണ്ട്. 1200 രൂപയും ഭക്ഷണവും വേണമെന്നാണ് അതിഥി തൊഴിലാളികൾ ആവശ്യപ്പെടുന്നത്. ഈ കൂലി നൽകിയാൽ കെട്ടിട നിർമ്മാണങ്ങൾ കരാറെടുത്തവർക്ക് ഭീമമായ നഷ്ടം സംഭവിക്കുമെന്നാണ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പറയുന്നത്. 1200 രൂപയാണ് ഒരു മെയിൻ പണിക്കാരൻ്റെ കൂലി. പുരുഷ ഹെൽപ്പർമാർക്ക് 900 രൂപയും സ്ത്രീ ഹെൽപ്പർമാർക്ക് 700 രൂപയും ഇതോടൊപ്പം ഭക്ഷണവും നൽകുന്നുണ്ട്. എന്നാൽ വർക്ക് സൈറ്റിലെത്തുന്ന തൊഴിലാളികൾ അധിക കൂലി നൽകാത്തതിനാൽ തൊഴിലെടുക്കാതെ മടങ്ങിപ്പോകുകയാണ്. ഇതേ തുടർന്നാണ് ലേബർ ഓഫീസിലും പഞ്ചായത്ത് ഓഫീസിലും എരുമപ്പെട്ടി പോലീസിലും അസോസിയേഷൻ പരാതി നൽകിയത്. പരമ്പരാഗത കളിമൺ പാത്ര നിർമ്മാണത്തിലൂടെ ശ്രദ്ധേയമായ കണ്ടാനശ്ശേരി പഞ്ചായത്തിലെ കിഴക്കാലൂർ കുമ്പാര ഉന്നതിയിൽ സന്ദർശനം നടത്തി പ്രൊഫസർ C. രവീന്ദ്രനാഥ് MLA. നവമണലൂർ വികസന കാഴ്ചപ്പാട് ഒരുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് മൺപാത്ര നിർമ്മാണ മേഖലയിലെ തൊഴിലാളികൾ താമസിക്കുന്ന ഉന്നതി MLA സന്ദർശിച്ചത്. തൊഴിലും ജീവിതവും നിലനിർത്താൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ അടങ്ങിയ നിവേദനം തൊഴിലാളികൾ MLAക്ക് കൈമാറി. തുടർന്ന് തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ഒരുക്കിയ സ്വീകരണ യോഗവും നടന്നു. CPM കുന്നംകുളം ഏരിയ കമ്മിറ്റി അംഗം C. അംബികേശൻ സ്വീകരണ യോഗത്തിൽ അധ്യക്ഷനായി. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KS. ദിലീപ്, NA. ബാലചന്ദ്രൻ, ഗംഗാധരൻ മാസ്റ്റർ, ഷിനോജ് ഗോകുലം എന്നിവർ സംസാരിച്ചു. ഈ പറയുന്ന പ്രശ്നങ്ങൾ എല്ലാം മറികടക്കുന്നതിന് വേണ്ടി ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക എന്നതാണ്. മറ്റു പ്രശ്നങ്ങളൊക്കെ വരാം. പക്ഷേ ഞാനൊരു അധ്യാപകൻ എന്ന രീതിയിൽ നമ്മൾ
ഏറ്റവും അധികം പരിഗണന കൊടുക്കേണ്ടത്. മറ്റ് പ്രശ്നങ്ങൾ ഇറകെ വരാനും പാടുള്ളൂ. ഏറ്റവും പ്രധാനപ്പെട്ടത് മക്കളുടെ വിദ്യാഭ്യാസം. മാലിന്യം നിക്ഷേപിച്ചത് ചോദ്യം ചെയ്ത യുവാവിനെ മർദ്ദിച്ച കേസിൽ പ്രതികളായ പിതാവും മക്കളും പോലീസിൽ കീഴടങ്ങി. കേച്ചേരി ആയമുക്കിൽ മതിലകത്തെ വീട്ടിൽ മുഹമ്മദ് ഷാഫിയെ ക്രൂരമായി മർദ്ദിച്ച കേസിൽ പ്രതികളായ ആയമുക്ക് രായമരക്കാർ വീട്ടിൽ അബ്ദുൽ കരീം, മക്കളായ റാഷിഖ്, റഹൂഫ് എന്നിവരാണ് കഴിഞ്ഞ ദിവസം കീഴടങ്ങിയത്. കുന്നംകുളം പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ജില്ലാ കോടതിയിൽ നിന്ന് ഹൈക്കോടതിയിൽ നിന്നും മുൻകൂർ ജാമ്യം നിഷേധിക്കപ്പെട്ടതോടെ ഒളിവിൽ കഴിയുകയായിരുന്ന പ്രതികൾ കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ സ്റ്റേഷനിൽ കീഴടങ്ങുകയായിരുന്നു. മുഹമ്മദ് ഷാഫിയുടെ പറമ്പിലും വഴിയിലും കോൺക്രീറ്റ് മാലിന്യങ്ങൾ നിക്ഷേപിച്ചത് ചോദ്യം ചെയ്തതിൽ പ്രകോപിതരായ പ്രതികൾ മുഹമ്മദ് ഷാഫിയെ ക്രൂരമായി മർദ്ദിച്ചുവെന്നാണ് കേസ്. മർദ്ദനത്തിൽ ഗുരുതരമായി പരിക്കേറ്റ മുഹമ്മദ് ഷാഫിയെ ആദ്യം കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ച് ചികിത്സ നൽകിയിരുന്നു. കാട്ടാക്കമ്പൽ ഗ്രാമപഞ്ചായത്ത് നേതൃത്വത്തിൽ KSEB ലോക്കൽ അഡ്വൈസറി യോഗം പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ ചേർന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് K ജയശങ്കർ അധ്യക്ഷത വഹിച്ചു. റോഡിൽ ഇലക്ട്രിക് ലൈനുകളുടെ മുകളിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരത്തിന്റെ കൊമ്പുകൾ ഉൾപ്പെടെ അടിയന്തരമായി നീക്കം ചെയ്യാനും താഴ്ന്നു കിടക്കുന്ന കമ്പികൾ വലിച്ചു കെട്ടുവാനും നടപടികൾ ഉണ്ടാകണമെന്ന് യോഗത്തിൽ നിർദ്ദേശമുയർന്നു. പഞ്ചായത്തിന്റെ സ്ട്രീറ്റ് ലൈൻ ഇല്ലാത്ത വിവിധ ഇടങ്ങളിൽ ലൈൻ വലിക്കുവാൻ വേണ്ടി പഞ്ചായത്ത് നൽകിയ 8 ലക്ഷം രൂപയുടെ പ്രവർത്തനങ്ങളുടെ പുരോഗതി യോഗം വിലയിരുത്തി. തെരുവിളക്കുകളില്ലാത്ത ഇടങ്ങളിൽ ലൈൻ വലിക്കാൻ വേണ്ടി ഈ പദ്ധതി വർഷത്തിൽ തുക വകയിരുത്തുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. പഴഞ്ഞി KSEB അസിസ്റ്റന്റ് എഞ്ചിനീയർ ജിതേഷ് KS, സബ് എഞ്ചിനീയർ സുനിൽ CB, വൈസ് പ്രസിഡന്റ് മിനി അയ്യപ്പ, സ്ഥിരം സമിതി അധ്യക്ഷർ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ ലിറ്റിൽ ഫ്ലവർ കോളേജ് NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഖരമാലിന്യ സംസ്കരണത്തിന്റെ ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട ഗോൾ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. വിദ്യാർത്ഥിനികളിലും അധ്യാപകരിലും മാലിന്യ സംസ്കരണത്തെ പറ്റിയുള്ള പ്രചരണം ലക്ഷ്യമിട്ടായിരുന്നു പരിപാടി. മത്സരത്തിൽ വിജയികളായവർക്ക് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ J ബിൻസി സമ്മാനങ്ങൾ നൽകി. തുടർന്ന് സ്വച്ഛതാ മിഷൻ പ്രോഗ്രാം ഓഫീസർ രജനീഷ് ഖരമാലിന്യ സംസ്കരണത്തിന്റെ പ്രാധാന്യം, മാലിന്യ സംസ്കരണത്തിലെ ഉത്തരവാദിത്തം, ശുചിത്വശീലങ്ങളുടെ ആവശ്യകത എന്നിവയെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. NSS പ്രോഗ്രാം ഓഫീസർ VJ നിതീഷ നേതൃത്വം നൽകി. വിദ്യാർത്ഥിനികളും അധ്യാപകരും പങ്കെടുത്തു. പെരുമ്പിലാവിൽ പിതാവ് ജ്യൂസിൽ വിഷം നൽകി കൊലപ്പെടുത്താൻ ശ്രമിച്ച് ചികിത്സയിലിരിക്കെ മരണപ്പെട്ട 7 വയസ്സുകാരി ഹൃദികയുടെ മൃതദേഹം സംസ്കരിച്ചു. ഭാര്യ പിണങ്ങിപ്പോയ മനോവിഷമത്തിലാണ് പെരുമ്പിലാവിൽ താമസിക്കുന്ന തമിഴ്നാട് സ്വദേശിയായ മുത്തു തന്റെ മക്കളായ ഹൃദിക, കൃതിൻ എന്നിവർക്ക് ജ്യൂസിൽ എലിവിഷം കലർത്തി നൽകിയത്. ഇവർക്കൊപ്പം മുത്തുവും വിഷം കലർത്തിയ ജ്യൂസ് കഴിച്ചിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ചയാണ് നാടിന് നടുക്കിയ സംഭവം നടന്നത്. തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ നില അതീവ ഗുരുതരമായതിനെ തുടർന്ന് 2 കുട്ടികളെയും എറണാകുളം ആസ്റ്റർ മെഡിസിറ്റിയിലേക്ക് മാറ്റിയിരുന്നു. ചികിത്സയിലിരിക്കെ ബുധനാഴ്ച പുലർച്ചെയോടെ ഹൃദിക മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ച മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം കടവല്ലൂർ ഗ്രാമപഞ്ചായത്ത് അധികൃതരുടെയും ബന്ധുക്കളുടെയും സാന്നിധ്യത്തിൽ ഏറ്റുവാങ്ങി വ്യാഴാഴ്ച വൈകിട്ട് 3 മണിയോടെ പെരുമ്പിലാവ് ആനക്കല്ലിലുള്ള വീട്ടിലെത്തിച്ച് പൊതുദർശനമൊരുക്കി. നാട്ടുകാരും ഇവിടെയുള്ള ബന്ധുക്കളടക്കമുള്ളവർ അവസാനമായി ഒരു നോക്കു കാണാനായി എത്തിയിരുന്നു. കടവല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ധർമ്മൻ, വൈസ് പ്രസിഡന്റ് KA സലീം, പഞ്ചായത്ത് അംഗങ്ങളായ ദിനേശ് KP, ശാന്തകുമാരി, ബ്ലോക്ക് മെമ്പർ ഘോഷ് പൂവത്തിങ്കൽ തുടങ്ങിയവർ അന്തിമോപചാരം അർപ്പിച്ചു. ചെറുതുരുത്തി ശാന്തി തീരത്തായിരുന്നു സംസ്കാരം. കുന്നംകുളം നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പട്ടികജാതി വിദ്യാർത്ഥികൾക്കായി നടപ്പിലാക്കുന്ന ലാപ്ടോപ്പ് വിതരണ പദ്ധതിയുടെ ഉദ്ഘാടനം ചെയർപേഴ്സൺ സൗമ്യ അനിലൻ നിർവഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ ജോൺ അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി മോൻസി, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ T സോമശേഖരൻ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആർഷ ജിജു, രാഷ്ട്രീയ കക്ഷി നേതാക്കളായ ഷാജി ആലക്കൽ, ശ്രീജിത്ത് ആവൻ, SC ഓഫീസർ MS ആര്യ എന്നിവർ സംസാരിച്ചു. ഏറ്റവും കൂടുതൽ സ്കൈ ഡൈവിംഗ് നടത്തിയ ഏക മലയാളിയായി പെരുമ്പിലാവ് സ്വദേശി 13,000 അടിയിൽ നിന്ന് 505 തവണ ചാടിയാണ് അബ്ദുൾ റഹ്മാൻ ഈ നേട്ടം കരസ്ഥമാക്കിയത്.
2020 ഡിസംബർ 5-നായിരുന്നു ആദ്യ ചാട്ടം. കഴിഞ്ഞ ജൂൺ 20-ന് 505-ാമത്തെ ചാട്ടവും നടത്തി. 500 സ്കൈ ഡൈവിംഗ് പൂർത്തിയാക്കിയവർക്ക് ലഭിക്കുന്ന D-ലെവൽ സർട്ടിഫിക്കറ്റും അജ്മൽ നേടി. എ ലൈസൻസ് ആണ് അവരുടെ ഫസ്റ്റ് ലക്ഷ്യം. അതായത് ഈ സ്പോർട്ടിനെ കുറിച്ച് അറിയാനാണെങ്കിലും ഈ സ്പോർട്ട് അതായത് നമുക്കൊന്ന് ലൈസൻസ് കിട്ടുക എന്നുള്ളത് എ ലൈസൻസ് ആണ്. അതിന് ഏകദേശം 4 ലക്ഷം മുതൽ 6 ലക്ഷം വരെ ചെലവ് വരും. നമ്മൾ റിപ്പീറ്റോ, അതായത് നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസിൽ നമ്മൾ ഫെയിൽ ആയി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും കാശ് കൊടുത്താലേ ഡ്രൈവിംഗ് ലൈസൻസിന് അവർ ടെസ്റ്റിന് ഇരുത്തുള്ളൂ. അതേപോലെ തന്നെ ഇതിനും ഓരോ ലെവൽ പാസ്സായില്ലെങ്കിൽ അത് നമ്മൾ വീണ്ടും പൈസ കൊടുത്ത് ഇതാക്കണം. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു ബഫറായിട്ട്, അത് ബഡ്ജറ്റ് പറയുകയാണെങ്കിൽ ഒരു 6 ലക്ഷം എന്ന് പറയണം, റൗണ്ട് ഫിഗർ പറയുകയാണെങ്കിൽ. ഇപ്പോൾ സ്കൈ ഡൈവിംഗ് പരിശീലകനാണ്. അടുത്ത ലക്ഷ്യം സ്കൈ ഡൈവിംഗ് ഇൻസ്ട്രക്ടർ ആകുകയാണ്. ഹൈദരാബാദിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ബിരുദം പഠിച്ചിറങ്ങിയ അജ്മലിന് ആദ്യം ആകാശചാട്ടം ആഗ്രഹവും ഹരവുമായിരുന്നെങ്കിലും പിന്നീട് കഠിന പരിശീലനത്തിലൂടെ ഉയരങ്ങളിലെത്തുകയായിരുന്നു. അതായത് സ്കൈ ഡൈവിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഒരു എയർപോർട്ടിൽ നിന്ന് എയർക്രാഫ്റ്റിൽ കയറി 13,000 അടിയിൽ പോകുന്നു. എന്നിട്ട് അവിടുന്ന് നമ്മൾ ജമ്പ് ചെയ്തിട്ട് നമ്മൾ ഫ്രീ ഫോളിലാണ് നമ്മുടെ മൊത്തം കളികളും. അതായത് നമുക്ക് മറ്റേ തൊട്ടുകളി കളിക്കുന്ന പോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോവാം. അതിൽ തന്നെ കുറെ മാനുവേഴ്സ് ഉണ്ട്. ബെല്ലി ഉണ്ട്, സിറ്റ് ഫ്ലൈ ഉണ്ട്, അല്ലെങ്കിൽ ട്രാക്കിംഗ് ഉണ്ട്. ട്രാക്കിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മുന്നോട്ട് പോകുന്നത്. പരിശീലനത്തിന്റെ ഭാഗമായും ഫോട്ടോകൾ പകർത്താനായി നടത്തിയ ചാട്ടങ്ങളാണ് 505. ഇവയെല്ലാം ഡൈവിംഗ് ലോഗ് ബുക്കിൽ അടയാളപ്പെടുത്തും. ലൈസൻസ് ഉള്ള ഇൻസ്ട്രക്ടറാണ് നേട്ടം സീലും ഒപ്പും സഹിതം രേഖപ്പെടുത്തേണ്ടത്. എ ലൈസൻസ് ആണ് അവരുടെ ഫസ്റ്റ് ലക്ഷ്യം. അതായത് ഈ സ്പോർട്ടിനെ കുറിച്ച് അറിയാനാണെങ്കിലും ഈ സ്പോർട്ട് അതായത് നമുക്കൊന്ന് ലൈസൻസ് കിട്ടുക എന്നുള്ളത് എ ലൈസൻസ് ആണ്. അതിന് ഏകദേശം 4 ലക്ഷം മുതൽ 6 ലക്ഷം വരെ ചെലവ് വരും. നമ്മൾ റിപ്പീറ്റോ, അതായത് നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസിൽ നമ്മൾ ഫെയിൽ ആയി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും കാശ് കൊടുത്താലേ ഡ്രൈവിംഗ് ലൈസൻസിന് അവർ ടെസ്റ്റിന് ഇരുത്തുള്ളൂ. അതേപോലെ തന്നെ ഇതിനും ഓരോ ലെവൽ പാസ്സായില്ലെങ്കിൽ അത് നമ്മൾ വീണ്ടും പൈസ കൊടുത്ത് ഇതാക്കണം. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു ബഫറായിട്ട്, അത് ബഡ്ജറ്റ് പറയുകയാണെങ്കിൽ ഒരു 6 ലക്ഷം എന്ന് പറയണം, റൗണ്ട് ഫിഗർ പറയുകയാണെങ്കിൽ. അതിന്റെ അടിസ്ഥാനത്തിലാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പാരച്യൂട്ട് അസോസിയേഷൻ D-ലെവൽ ലൈസൻസ് നൽകിയത്. ഒരുമിച്ച് ചാടുന്നവർ ഒരു സ്ഥലത്ത് സംഗമിക്കണം, പരസ്പരം കൈകൾ തൊടണം, പിന്നീട് അകന്നു പോകണം. അകന്നുപോയ ശേഷമേ പാരച്യൂട്ട് തുറക്കാവൂ, അല്ലെങ്കിൽ പരസ്പരം പിണഞ്ഞ് അപകടമുണ്ടാകും. കമിഴ്ന്നു കിടന്നു വേണം താഴേക്ക് പതിക്കാൻ. 40,000 അടി ഉയരെ പാരച്യൂട്ട് തുറക്കണം. ചാട്ടത്തിൽ സംസാരം പറ്റില്ല. കൈവിരലുകൊണ്ടുള്ള ആംഗ്യമാണ് ഭാഷ. ഇക്കാര്യങ്ങളെല്ലാമാണ് ട്രെയിനറായ അജ്മൽ പഠിപ്പിക്കുന്നത്. കൂടെ ചാടിയാണ് പരിശീലനം. വിനോദത്തിനായുള്ള ചാട്ടക്കാരെ കെട്ടിപ്പിടിച്ചുള്ള ചാട്ടം നടത്താറായിട്ടില്ല. ഇതാണ് മെയിൻ പാരച്യൂട്ട്. ഇതൊക്കെ ഓപ്പൺ ആയിട്ട് കിടക്കുകയാണ്. ഈ മെയിൻ പാരച്യൂട്ട് ഓപ്പൺ ആക്കുക ഏത് ഹൈറ്റിലാണ് എന്നൊക്കെ ഉള്ളത് കാണിക്കുന്ന ഒരു ഡിവൈസ് ആണ് അൾട്ടിമീറ്റർ. ഇതിൽ ഈ മഞ്ഞ ചുവപ്പ് എന്നൊക്കെ കാണിക്കുന്നത് ചുവപ്പ് ആവുന്തോറും ഡേഞ്ചറാണ്. നമ്മളൊരു മഞ്ഞയിലെങ്കിലും ഓപ്പൺ ചെയ്യണം. ഇതിന്റെ അഡ്വാൻസ് വേർഷൻ ആണ് ഇത്. അതായത് നമുക്ക് ഡിജിറ്റലായിട്ട്, ഇത് പക്ക അനലോഗാണ്, ഇത് ഡിജിറ്റല്. ഇനി ഇതിനും അഡ്വാൻസ് ആയിട്ട് ഇപ്പോൾ ഓഡിയബിൾ എന്ന് പറഞ്ഞിട്ട് ഒരു അൾട്ടിമീറ്ററും കൂടി ഉണ്ട്. ഇതിൽ നമുക്ക് ചെവിയിൽ പറഞ്ഞു തരും നമ്മൾ ഏത് അൾട്ടിയിലാണ് ഉള്ളതെന്ന്. അതായത് ഇപ്പോൾ ജമ്പ് ചെയ്യണത് ഇപ്പോൾ 13,000-ലാണെങ്കിൽ 13,000 എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം ഏതിലാണ് അലാറം പറയേണ്ടത് എന്നുള്ളത്. അതിന് ലൈസൻസ് ഉള്ള ഇൻസ്ട്രക്ടർ ആകണം. അതിനായുള്ള പരിശ്രമത്തിലാണ് 29-കാരനായ അജ്മൽ. 8 ലക്ഷത്തിന്റെയും 12 ലക്ഷത്തിന്റെയും പാരച്യൂട്ട് കയ്യിലുണ്ട്. 40,000, 80,000 എന്നിങ്ങനെ വില വരുന്ന ഹെൽമറ്റിൽ ഘടിപ്പിക്കാവുന്ന ക്യാമറയുമുണ്ട്. വിരമിച്ച അധ്യാപകരായ അബ്ദുറഹ്മാനും TA മാജിദയുമാണ് മാതാപിതാക്കൾ. ഹിബ ജാസ്മിൻ ഭാര്യയാണ്. അതായത് ഇപ്പോൾ എന്നോട് തുടങ്ങുന്ന കാലത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിന്നെ കൊണ്ടൊന്നും പറ്റൂല, അല്ലെങ്കിൽ ഒക്കാത്ക ബാഹർ എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കിയ വേറെ ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ അവരൊക്കെ നമ്മൾ ചലഞ്ച് ഏറ്റെടുത്ത് ഇതുവരെ എത്തി. ഇനിയും FFI ഇൻസ്ട്രക്ടർ ആവണം, അത് കഴിഞ്ഞിട്ട് ടാൻഡം ഇൻസ്ട്രക്ടർ ആവണം. പുതിയ കുട്ടികളെ ഇതിലോട്ട് ഇനിയും കൊണ്ടുവരാൻ പറ്റണം. ഈ സ്പോർട്ട് ഇന്ത്യയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീട്ടിൽ തന്നെ, അതായത് അടുത്ത് തന്നെ ഉള്ള പോയി വരാൻ പറ്റുന്ന പോലെ ആവണം. അതാണ് എൻ്റെ ഒരു ലക്ഷ്യം. ഇന്ത്യയിൽ സ്കൈ ഡൈവിംഗ് ബാക്കിയുള്ള രാജ്യങ്ങളിലുള്ള പോലെ തന്നെ കിട്ടണം. ലോകകപ്പ് ഫുട്ബോൾ ആവേശത്തിൽ പങ്കുചേർന്ന് കുന്നംകുളം നഗരസഭ. ആരാധകർക്കായി ലോകകപ്പ് ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ ടൗൺ ഹാളിൽ വലിയ സ്ക്രീനിൽ പ്രദർശനം തുടങ്ങി.
5000 വാട്ട്സ് ഡിജിറ്റൽ സൗണ്ട് സിസ്റ്റത്തോടു കൂടിയുള്ള LED വാളിൽ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ മുതലാണ് പ്രദർശനം ഒരുക്കിയത്. വെള്ളിയാഴ്ച പുലർച്ചെ നടന്ന ഫ്രാൻസ് മൊറോക്കോ ആദ്യ ക്വാർട്ടർ പോരാട്ടത്തോടെ പ്രദർശനം തുടങ്ങി. നഗരസഭാ വൈസ് ചെയർമാൻ PG ജയപ്രകാശ് ആമുഖ പ്രസംഗം നടത്തി. വരും ദിവസങ്ങളിലെ പ്രധാന ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ, സെമി ഫൈനൽ, ഫൈനൽ മത്സരങ്ങളെല്ലാം തന്നെ വലിയ സ്ക്രീനിൽ ആസ്വദിക്കാൻ നഗരസഭ സൗകര്യമൊരുക്കും. പൊതുജനങ്ങൾക്കായി പ്രവേശനം തികച്ചും സൗജന്യമാണ്. നഗരസഭയിലെ ഫുട്ബോൾ ആരാധകർക്ക് ഒത്തുകൂടാനും ലോകകപ്പിന്റെ ദൃശ്യവിരുന്ന് ഒരുമിച്ച് ആസ്വദിക്കാനുമുള്ള സുവർണാവസരത്തിലേക്ക് കുന്നംകുളത്തെയും പരിസര പ്രദേശങ്ങളിലെയും മുഴുവൻ കായിക പ്രേമികളെയും സ്വാഗതം ചെയ്യുന്നതായി നഗരസഭാ ഭാരവാഹികൾ അറിയിച്ചു. മങ്ങാട് ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തും സാമൂഹിക ആരോഗ്യ കേന്ദ്രവും തൃശൂർ ജില്ലാ മൊബൈൽ ഓഫ്താൽമിക് യൂണിറ്റും സംയുക്തമായി സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രഭിത ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VV വിവേക് അധ്യക്ഷനായി. മെമ്പർമാരായ വിജീഷ്, മീന ശലമോൻ, ഹെൽത്ത് സൂപ്പർവൈസർ ജോബി, ഡോക്ടർ MA രജിത്ത് എന്നിവർ സംസാരിച്ചു. DOC രവി, ഡോക്ടർ ഷിഗിൻ എന്നിവർ ക്ലാസ് എടുത്തു. ലഹരി വസ്തുക്കളുടെ ദുരന്ത ഫലങ്ങൾ അടയാളപ്പെടുത്തി അൻസാർ ടീൻ ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണം ഒരുക്കി. ലഹരിക്ക് അടിമപ്പെട്ട മകൻ സ്വന്തം മാതാവിനെ കൊലപ്പെടുത്തുകയും തുടർന്ന് ജയിലാവുകയും വാർദ്ധക്യ സദനങ്ങളിൽ ഒറ്റപ്പെടുന്ന പിതാവിന്റെ ഹൃദയഭേദകമായ ജീവിതകഥ ആസ്പദമാക്കി നാടക പ്രവർത്തകൻ ബേബി രാജിന്റെ ഏകാഭിനയം മുഖ്യാകർഷണമായി. ലഹരി വ്യക്തികളെയും കുടുംബങ്ങളെയും സമൂഹത്തെയാകെ എങ്ങനെ തകർക്കുന്നുവെന്ന ശക്തമായ സന്ദേശം പകരുന്നതായിരുന്നു ഏകാഭിനയം. പ്രിൻസിപ്പൽ ഇൻചാർജ് സാജിദ റസാഖ് ഉദ്ഘാടനം നിർവഹിച്ചു. ജൂനിയർ വൈസ് പ്രിൻസിപ്പൽ ഫരീദ് മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. ജൂനിയർ പ്രിൻസിപ്പൽ രവ്യ KR, അധ്യാപകൻ TP അസീസ്, ടീൻ ഇന്ത്യ വിദ്യാർത്ഥി പ്രതിനിധികളായ അമീൻ, റിഫ തുടങ്ങിയവർ സംസാരിച്ചു. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ വാരാഘോഷത്തിന്റെ ഭാഗമായി ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ ബോധവൽക്കരണം സംഘടിപ്പിച്ചു. കേരള സർക്കാർ സാമൂഹ്യനീതി വകുപ്പും എക്സൈസ് വകുപ്പും ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് നാഷണൽ സർവീസ് സ്കീം യൂണിറ്റും സംയുക്തമായി സംഘടിപ്പിച്ച ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടിയിൽ കോളേജ് പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ TD ശ്രീജ അധ്യക്ഷയായി. ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ KR പ്രദീപൻ ചടങ്ങിൽ ലഹരിവിരുദ്ധ സന്ദേശം നൽകി. തുടർന്ന് വിദ്യാർത്ഥികൾക്ക് ലഹരിവിരുദ്ധ പ്രതിജ്ഞയും ചൊല്ലിക്കൊടുത്തു. ക്യാമ്പയിന്റെ ഭാഗമായി ചാവക്കാട് എക്സൈസ് റേഞ്ച് ഓഫീസിലെ സിവിൽ എക്സൈസ് ഓഫീസർ M മണികണ്ഠൻ ലഹരിമുക്ത കേരളം യുവതയുടെ ഉത്തരവാദിത്വം എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. സാമൂഹ്യനീതി വകുപ്പ് സീനിയർ സൂപ്രണ്ട് സിനോസേവി, NSS പ്രോഗ്രാം ഓഫീസർമാരായ ഡോക്ടർ സുരേഷ് V നമ്പൂതിരി, ഡോക്ടർ G ഗായത്രി, സാമൂഹ്യനീതി വകുപ്പ് സായം പ്രഭ മാനേജർ, ഫെസിലിറ്റേറ്റർ മാർഷൽ C രാധാകൃഷ്ണൻ, നശാമുക്ത് ഭാരത് അഭിയാൻ കോർഡിനേറ്റർ PS ജയപ്രിയ, കോളേജ് വിദ്യാർത്ഥി യൂണിയൻ പ്രതിനിധി ജ്യോതിഷ് കുമാർ, NSS വളണ്ടിയർ കൃഷ്ണപ്രിയ PK, അമൽദാസ് എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികൾ ഒരുക്കിയ ആൻറ്റി ഡ്രഗ് അബ്യൂസ് എക്സിബിഷനും സിഗ്നേച്ചർ ക്യാമ്പയിനും പരിപാടിയുടെ പ്രധാന ആകർഷണങ്ങളായി. ലഹരി ഉപയോഗം മനുഷ്യ ശരീരത്തെയും മനസ്സിനെയും എങ്ങനെ ദോഷകരമായി ബാധിക്കുന്നുവെന്ന് ദൃശ്യവൽക്കരിക്കുന്ന സ്റ്റിൽ മോഡലുകളും പോസ്റ്ററുകളും എക്സിബിഷനിൽ ഒരുക്കിയിരുന്നു. ക്യാമ്പയിനിൽ വിദ്യാർത്ഥികൾ, NSS വളണ്ടിയർമാർ, അധ്യാപകർ, സാമൂഹ്യനീതി വകുപ്പ് ഉദ്യോഗസ്ഥർ, എക്സൈസ് വകുപ്പ് പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. ഓട്ടോ ടാക്സി ആൻഡ് ലൈറ്റ് മോട്ടോഴ്സ് വർക്കേഴ്സ് ഫെഡറേഷൻ ജൂലൈ 24 നടത്തുന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിന്റെ പ്രചരണാർത്ഥം സംഘടിപ്പിച്ച വാഹനജാഥയ്ക്ക് കുന്നംകുളത്ത് സ്വീകരണം നൽകി. ഓട്ടോ ആൻഡ് ലൈറ്റ് മോട്ടോഴ്സ് ഡ്രൈവേഴ്സ് യൂണിയൻ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജൂലൈ 9, 10, 11 തീയതികളിലായിട്ടാണ് വാഹന പ്രചരണ ജാഥ നടത്തുന്നത്. ജാഥയുടെ 2ാം ദിവസമായ വെള്ളിയാഴ്ച രാവിലെ കുന്നംകുളം പഴയ ബസ് സ്റ്റാൻഡിന് സമീപത്തെ ടാക്സി പാർക്കിലാണ് ജാഥയ്ക്ക് സ്വീകരണം നൽകിയത്. യൂണിയൻ ജില്ലാ സെക്രട്ടറി PK പുഷ്പാകരൻ ക്യാപ്റ്റനായും PG ജയപ്രകാശ് മാനേജറുമായുള്ള ജാഥയെ തൊഴിലാളികൾ ആവേശത്തോടെ വരവേറ്റു. CS സത്യൻ അധ്യക്ഷത വഹിച്ച സ്വീകരണ സമ്മേളനത്തിന് MN മുരളീധരൻ സ്വാഗതം പറഞ്ഞു. PK പുഷ്പാകരൻ, TS ബൈജു, അഡ്വക്കേറ്റ് KG സന്തോഷ് കുമാർ എന്നിവർ സംസാരിച്ചു. ഓട്ടോ ടാക്സി നിരക്കുകൾ കാലോചിതമായി പുനർനിർണ്ണയിക്കുക, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില നിയന്ത്രിക്കുക, തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സെക്രട്ടേറിയറ്റ് മാർച്ച് സംഘടിപ്പിക്കുന്നത്. ചാവക്കാട് വിഗോ റെസിഡൻഷ്യൽ അസോസിയേഷൻ ഓഫീസ് ഉദ്ഘാടനവും CCTV ക്യാമറ പദ്ധതിയുടെ പ്രഖ്യാപനവും നടന്നു. ചാവക്കാട് നഗരസഭയുടെ 3-4 വാർഡുകളിലും പുന്നയൂർ പഞ്ചായത്ത് 11ാം വാർഡിലുമായി ഏതാണ്ട് 3.5 കിലോമീറ്ററോളം ചുറ്റളവിൽ 1000 വീടുകൾ ഉൾക്കൊള്ളിച്ചുള്ള വിഗോ റെസിഡൻസ് അസോസിയേഷനു കീഴിലെ പ്രഥമ പദ്ധതിയുമായ CCTV ക്യാമറ സ്ഥാപിക്കുന്ന പ്രഖ്യാപനത്തിൻ്റെയും ഉദ്ഘാടനം NK അക്ബർ MLA നിർവഹിച്ചു. തിരുവത്ര TM മഹൽ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ വിഗോ പ്രസിഡന്റ് ബഷീർ മാരാത്ത് അധ്യക്ഷനായി.
ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ഷിബു മുഖ്യപ്രഭാഷണം നടത്തി. വിഗോ ലോഗോയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ AH അക്ബർ നിർവഹിച്ചു. മെമ്പർഷിപ്പ് ലോഞ്ചിംഗ് പൊന്നയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് റസ്ല റഹീം നിർവഹിച്ചു. ചാവക്കാട് പോലീസ് SHO NS രാജീവ്, സൈബർ സെൽ SI ഫീസ്റ്റോ, ജില്ലാ പഞ്ചായത്ത് അംഗം ഷമീറ അഷ്റഫ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം MK ഷഹർബാൻ, KH സലാം, സഫൂറ ബക്കർ, മനാഫ് കയ്യാലയിൽ, AK അബ്ദുൾ ഖാദർ, ഫൈസൽ പരപ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. ദേശീയ മത്സ്യ കർഷക ദിനാചരണത്തിന്റെ ഭാഗമായി നോങ്ങല്ലൂരിലെ മത്സ്യ കർഷകനായ കുട്ടംകുളങ്ങര KS ശ്രീധരനെ പോർക്കുളം സേവാഭാരതി ആദരിച്ചു. ദീർഘകാലത്തെ പ്രവാസ ജീവിതത്തിന് ശേഷം നാട്ടിൽ സ്ഥിരതാമസമാക്കിയ ശശിധരൻ മണ്ണില്ലാത്ത കൃഷിരീതിയായ ഹൈഡ്രോപോണിക്സും മത്സ്യകൃഷിയും സംയോജിപ്പിച്ചുകൊണ്ടുള്ള അക്വാപോണിക്സ് എന്ന നൂതന ജൈവകൃഷിയാണ് ചെയ്തു വരുന്നത്. അദ്ദേഹത്തിന്റെ വീട്ടുവളപ്പിലെ കൃഷിയിടത്തിലെത്തി അക്വാപോണിക് കൃഷിരീതികൾ നേരിൽ കണ്ടു മനസ്സിലാക്കിയ സേവാഭാരതി പ്രവർത്തകർ പൊന്നാട ചാർത്തി ഫലകം നൽകി ആദരിച്ചു. പോർക്കുളം സേവാഭാരതി പ്രസിഡന്റ് C മഹേഷ്, സെക്രട്ടറി മണിക്കുട്ടൻ, ട്രഷറർ KS പ്രദീപ്, സാമാജികം കൺവീനർ K ഷിബിൻ, രക്ഷാധികാരികളായ KK വേണു, മനോജ് കുമാർ കരുമത്തിൽ തുടങ്ങിയവർ സംബന്ധിച്ചു. മലബാർ സ്വതന്ത്ര സുറിയാനി സഭാ സ്ഥാപകൻ തൊഴിയൂർ കാട്ടുമങ്ങാട്ടെ അബ്രഹാം മാർ കൂർലോസ് വലിയ ബാവയുടെ 224 ഓർമ്മ പെരുന്നാൾ ആഘോഷം ഭക്തി നിർഭരം. വ്യാഴം വെള്ളി ദിവസങ്ങളിലായിട്ടാണ് പെരുന്നാൾ ആഘോഷം നടന്നത്. ഡോക്ടർ സാമുവൽ മോർ തയോഫിലോസ് മെത്രോപൊലിത്ത അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വ്യാഴാഴ്ച രാവിലെ 7:15 വിശുദ്ധ കുർബാനയോടുകൂടി ഓർമ്മ പെരുന്നാൾ ആഘോഷത്തിന് തുടക്കമായി. വൈകിട്ട് 3:45 കുന്നംകുളം സെന്റ് തോമസ് കുന്നത്ത് പള്ളിയിൽ നിന്നും പുറപ്പെട്ട പദയാത്ര 5 മണിക്ക് അഞ്ഞൂർ മാർ ബഹനാൻ ചാപ്പലിലെത്തി. തൊഴിയൂരിലെ പരിശുദ്ധ ബാവയുടെ ഖബറിങ്കലേക്ക് വലിയ ഘോഷയാത്രയും ഉണ്ടായി. തുടർന്ന് നടത്തിയ അനുസ്മരണ സമ്മേളനത്തിൽ മലബാർ സ്വതന്ത്ര സുറിയാനി സഭ പരമാധ്യക്ഷൻ സിറിൽ മാർ ബസേലിയോസ് മെത്രാപ്പൊലിത്ത അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ സാമുവൽ മോർ തയോഫിലോസ് മെത്രാപ്പൊലിത്ത ഉദ്ഘാടനം ചെയ്തു. മോർ ഔഗിൻ കുര്യാക്കോസ് മെത്രാപ്പൊലിത്ത മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. സഭാ ആത്മായ ട്രസ്റ്റി ഗീവർ മാണി പനക്കൽ, സഭാ സെക്രട്ടറി ബിനോയ് P മാത്യു, ഓർമ്മ പെരുന്നാൾ ആഘോഷ കമ്മിറ്റി ചെയർമാനും ഇടവക വികാരിയുമായ ഫാദർ ബെന്യാമിൻ ചിറ്റ്ലപ്പള്ളി, ജനറൽ കൺവീനറും ഇടവക സെക്രട്ടറിയുമായ ജോഷി ജോസ്, സഭാ വൈദിക ട്രസ്റ്റി ഫാദർ തോമസ് കുര്യൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് 7 മണിക്ക് പെരുന്നാൾ സന്ധ്യാ നമസ്കാരവും ഖബറിങ്കൽ ധൂപപ്രാർത്ഥന, കൈമുത്ത്, ആശീർവാദം, അത്താഴ സദ്യ എന്നിവയുമുണ്ടായി. വെള്ളിയാഴ്ച കാലത്ത് വിശുദ്ധ 9 കുർബാനയും മാർ ബഹനാൻ ചാപ്പലിലേക്ക് പ്രദക്ഷിണം, ധൂപപ്രാർത്ഥന, ശ്ലൈഹിക വാഴ്വ്, കൈമുത്ത്, തുടർന്ന് പൊതുസദ്യ എന്നിവയും ഉണ്ടായി. പരിപാടികൾക്ക് സഭാ വൈദിക ട്രസ്റ്റി ഫാദർ തോമസ് കുര്യൻ, ഇടവക വികാരി ഫാദർ ബെന്യാമിൻ ചിറ്റ്ലപ്പള്ളി തുടങ്ങിയവരും ആഘോഷ കമ്മിറ്റി ഭാരവാഹികളും കൺവീനർമാരും നേതൃത്വം നൽകി. കൃഷിവകുപ്പിന്റെ ആത്മാ പദ്ധതിയിൽ ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിൽ മികച്ച കർഷകർക്കുള്ള അവാർഡുകൾ അപേക്ഷ ക്ഷണിച്ചു. സമ്മിശ്ര കർഷകൻ ജനറൽ വിഭാഗത്തിലും SC വിഭാഗത്തിലും, ക്ഷീര കർഷകൻ ജനറൽ വിഭാഗത്തിലും SC വിഭാഗത്തിലും, മണ്ണ് ജല സംരക്ഷണം മികച്ച രീതിയിൽ നടപ്പാക്കിയ കർഷകൻ ജനറൽ എന്നീ വിഭാഗങ്ങളിലാണ് പുരസ്കാരം. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ ചൂണ്ടൽ, ചൊവ്വന്നൂർ, കടങ്ങോട്, കടവല്ലൂർ, കണ്ടാണശ്ശേരി, കാട്ടകാമ്പാൻ, പോർക്കുളം, വേലൂർ, ആർത്താറ്റ്, കുന്നംകുളം കൃഷിഭവൻ പരിധികളിലുള്ളവർക്ക് അപേക്ഷിക്കാം. അപേക്ഷാ ഫോം അതത് കൃഷിഭവനുകളിൽ ലഭ്യമാണ്. സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂലൈ 20 കൂടുതൽ വിവരങ്ങൾക്കായി 93 83 47 14 47 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. വായനാ ദിനത്തിന്റെ ഭാഗമായി പുസ്തകങ്ങളുടെ ആസ്വാദനം വിവരിക്കുന്ന റീൽ മത്സരത്തിൽ തെരഞ്ഞെടുത്ത 25 കുട്ടികൾ കളക്ടറേറ്റിൽ മീറ്റ് ദി കളക്ടർ പരിപാടി സംഘടിപ്പിച്ചു. വയലത്തൂർ സെന്റ് ഫ്രാൻസിസ് UP സ്കൂളിൽ നിന്ന് 8 കുട്ടികളാണ് പങ്കെടുത്തത്. കുട്ടികളുമായി കളക്ടർ സമയം ചെലവഴിക്കുകയും ഓരോരുത്തരുടെയും അനുഭവങ്ങൾ കേൾക്കുകയും ചെയ്തു. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 13,275 രൂപ. സ്വർണം പവന് 1,06,200 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 240 രൂപ. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ രോഗി മരിച്ച സംഭവത്തിൽ സംസ്ഥാന സർക്കാർ കടുത്ത നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് ആരോഗ്യമന്ത്രി K മുരളീധരൻ. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ സാമ്പത്തിക തടസ്സമുണ്ടെന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും സർക്കാർ സ്വകാര്യ മേഖല വ്യത്യാസമില്ലാതെ ചികിത്സാ വീഴ്ചകളിൽ കർശന നടപടി തുടരുമെന്നും മന്ത്രി.
അതിഥി തൊഴിലാളികളുടെ അമിത കൂലി നിരക്ക് എരുമപ്പെട്ടിയിൽ പോലീസ് സാന്നിധ്യത്തിൽ യോഗം ചേർന്നു. നിലവിൽ നൽകിയിരുന്ന കൂലിയിൽ ജോലി ചെയ്യാമെന്ന് അതിഥി തൊഴിലാളികൾ സമ്മതിച്ചതായി അസോസിയേഷൻ ഭാരവാഹികൾ. മലബാർ സ്വതന്ത്ര സുറിയാനി സഭ സ്ഥാപകൻ തൊഴിയൂർ കാട്ടുമങ്ങാട്ടെ അബ്രഹാം മാർ കൂർലോസ് വലിയ ബാവയുടെ 224 ഓർമ്മ പെരുന്നാൾ ആഘോഷം ഭക്തി നിർഭരം. വ്യാഴം വെള്ളി ദിവസങ്ങളിലായിട്ടായിരുന്നു പെരുന്നാൾ ആഘോഷം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.